നമസ്കാരം, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നടന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിൽ മാത്തമാറ്റിക്സിന് 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 20 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഓഫ് 1, 4, 11, 34, 101, etc. Option A 303, Option B 304, Option C 302, Option D 305. ഓക്കെ, അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ഒരു സീക്വൻസ് ആണ് തന്നേക്കുന്നത്. ആ സീക്വൻസിൻ്റെ അടുത്ത ടേം ഏതാണെന്നാണ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പം നോർമലി നമ്മൾ എല്ലാ PSC എക്സാമിനും ജനറൽ എക്സാംസിനും എല്ലാം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത സീക്വൻസ് അല്ലെങ്കിൽ അടുത്ത ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എളുപ്പത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന 2 സീക്വൻസ് ഉണ്ട്. അറിയാമോ ഏതൊക്കെയാണെന്ന്? അരിത്മെറ്റിക് സീക്വൻസും ഉണ്ട്, ജോമെട്രിക് സീക്വൻസും ഉണ്ട്. അപ്പം നോർമലി ഒരു 50% ഇങ്ങനെ തന്നിരിക്കുന്ന സീക്വൻസുകൾ അരിത്മെറ്റിക് സീക്വൻസോ ജോമെട്രിക് സീക്വൻസോ ആവാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സീക്വൻസ്? അത് നമ്മൾ എന്താണ് സീക്വൻസ് എന്ന് മനസ്സിലാക്കണം. എന്താണ് സീക്വൻസ്? ഒരു പ്രത്യേക ഓർഡറിൽ നമ്പറിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അല്ല, നമ്മൾ പെട്ടെന്ന് പറയുന്ന 2 സീക്വൻസുകളാണ് അരിത്മെറ്റിക് സീക്വൻസും അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നും പറയാറുണ്ട്. അരിത്മെറ്റിക് സീക്വൻസും ജോമെട്രിക് സീക്വൻസും. ജോമെട്രിക് സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി മറ്റൊരു സ്ഥിരമായിട്ടുള്ള സംഖ്യ കൂട്ടി പോയി എഴുതുന്ന സീക്വൻസ് ആണ് അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഒരു നമ്പർ, ഒരു ഫിക്സഡ് നമ്പറിൽ നിന്ന് തുടങ്ങി ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ടേം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടൊരു നമ്പർ കൂട്ടി എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ വ്യത്യാസം തുല്യമായിരിക്കും, ഡിഫറൻസ് തുല്യമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 3, 5, 7, 9, etc. നോക്കി, 3ൽ നിന്നാണ് തുടങ്ങുന്നത്. എത്ര വീതമാണ് കൂട്ടി പോകുന്നത്? 2 വീതമാണ് കൂട്ടി പോകുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് പറയാം? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഇതിൻ്റെ ജനറൽ ഫോമിൽ നമ്മൾ പറയുന്നത് A plus D, A plus 2D, A plus 3D, etc. അതായത് എയിൽ നിന്ന് തുടങ്ങി, എ എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് തുടങ്ങി ഡി വീതം കൂട്ടി പോവുക. ശരിയല്ലേ? ഡി എന്ന് പറയുന്ന ഒരു നമ്പർ വീതം കൂട്ടി പോവുക. എയുടെ കൂടെ ഒരു ഡി കൂട്ടിയപ്പോൾ രണ്ടാമത്തെ ടേം കിട്ടി. ആ രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ കൂട്ടി, അപ്പോൾ 2D കൂട്ടിയപ്പോൾ മൂന്നാമത്തെ ടേം കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് അരിത്മെറ്റിക് സീക്വൻസ് പറയുന്നത്. ഇനി രണ്ടാമതൊരു ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ് ജോമെട്രിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു അടുത്തടുത്ത്, അതായത് ഒരു സംഖ്യ ഗുണിച്ച് പോകുന്നതിനെ നമ്മളിവിടെ പറഞ്ഞു അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഈ ജോമെട്രിക് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് പറയാം 2, 4, 8, 16, etc. എക്സാമ്പിളിൽ നിന്ന് പോകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും, etc. അപ്പോൾ ഇവിടെ 2ൽ നിന്ന് തുടങ്ങി എത്ര വീതം ഗുണിച്ചാ പോയേക്കുന്നത്? 2 വീതം ഗുണിച്ചാ പോയേക്കുന്നത്. 2 2 ഗുണിച്ചപ്പോൾ 4 കിട്ടി. 4 വീണ്ടും 2 ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. 8ൻ്റെ കൂടെ 2 ഗുണിച്ചപ്പോൾ 16 കിട്ടി. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 32 ആയിരിക്കും. ഓക്കെ, അതായത് ഒരു നിശ്ചിത ടേമിനെ ഗുണിച്ചിട്ട് സംഖ്യ ഗുണിച്ചാണ് പോയേക്കുന്നത്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? AR സ്ക്വയർ, AR ക്യൂബ്, etc. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം. അതായത് എയിൽ നിന്ന് തുടങ്ങി 6 വീതം ഗുണിച്ച് പോവുക. 7 കൂടെ 6 ഗുണിച്ചപ്പം ARൻ്റെ കൂടെ വീണ്ടും 6നെ ഗുണിച്ചപ്പം AR സ്ക്വയർ, AR സ്ക്വയറിൻ്റെ കൂടെ വീണ്ടും 6നെ ഗുണിച്ചപ്പോൾ AR ക്യൂബ്. നമ്മളവിടെ കോമൺ ഡിഫറൻസ് പറഞ്ഞു, ശരിയല്ലേ? ഇവിടെ നമ്മൾ പറയുന്ന ടേമാണ് കോമൺ റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ, നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതാദ്യം ഈ ഒരു സീക്വൻസിൽ ഏതെങ്കിലും ഫോമാണ് പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന ഇതാണ്. ഇതിൻ്റെ ഡിഫറൻസ് എടുത്തോ റേഷ്യോ എടുത്തോ നോക്കുക ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസിലേക്ക് പോയാൽ 4 - 1 എത്ര? 3. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്പേഴ്സ് ഏതാ? 11 - 4 എത്ര? 7.
ഓക്കെ, നെക്സ്റ്റ് 34 മൈനസ് 11 23. അടുത്തത് 101 മൈനസ് 34 67. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എന്തല്ല, സെയിം അല്ല. അപ്പോൾ ഇതെന്തൊരു സീക്വൻസ് അല്ല, അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ റേഷ്യോ നോക്കിയാലോ. ഫസ്റ്റ് ബൈ സെക്കൻഡ് 4/1. 4/1 എത്ര? 4. നെക്സ്റ്റ് 11/4. 11 പ്രൈം ആണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇടാം, 11/4. നെക്സ്റ്റ് 34/11. റേഷ്യോ എന്തല്ല, സെയിം അല്ല. അപ്പോൾ ഇതെന്തുമല്ല, ജോമെട്രിക് സീക്വൻസും അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ എന്തിനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് സീക്വൻസുകൾ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്, എന്താണ് ജോമെട്രിക് സീക്വൻസ്. കാരണം ഇതിനകത്തൊരു 50% ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ പിന്നെ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാം. പക്ഷേ ഇവിടെ ഡിഫറൻസ് നോക്കിയിട്ടും കാര്യമില്ല, റേഷ്യോ നോക്കിയിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൽ ഒന്നുകൂടെ വാല്യൂറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടേം 1 ആയിരുന്നു, ശരിയല്ലേ? ഫസ്റ്റ് ടേം 1 ആയിരുന്നു, സെക്കൻഡ് ടേം 4 ആയിരുന്നു. 1ൽ നിന്ന് എങ്ങനെ 4ലെത്തി? നമുക്കൊരു കോമൺ ആയിട്ടൊരു ബന്ധം ഇവിടെ കണ്ടെത്താൻ സാധിക്കണം. 1ൽ നിന്ന് 4ലെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഒരു 1 കൂടെ കൂട്ടി, ശരിയല്ലേ? 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3, 3 + 1 4, ശരിയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിൽ എത്തിയത് എങ്ങനെ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് 1 കൂട്ടി. അപ്പം 1 × 3 + 1 4. ഇനി 4ൽ നിന്ന് 11ലെത്തണം, ശരിയല്ലേ? അപ്പം 4നെ അതുപോലെ തന്നെ 3 കൊണ്ട് ഗുണിച്ചു. 4 × 3 12. 12 കൂടെ 1 കൂട്ടിയാൽ 13 ആണ്. പക്ഷേ ഇവിടെ എന്താ? 11 ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേ? 1 കുറച്ചു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? 4ൽ നിന്ന് 11ലെത്താൻ വേണ്ടി 4ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തു, 12 ആയി. 1 കൂട്ടിയാൽ 13 ആയി പോകും, പക്ഷേ 11 ഉള്ളൂ. എന്ത് ചെയ്തു? 1 കുറച്ചു. ഓക്കെ, ദെൻ 11ൽ നിന്ന് എവിടെ ചെല്ലണം? 34 ചെല്ലണം, ശരിയല്ലേ? 11ൽ നിന്ന് 34 ചെല്ലാൻ വേണ്ടി 11നെ 3 കൊണ്ട് തന്നെ ഗുണിച്ചു. 11നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 33. 33ൻ്റെ കൂടെ ഇനി കൂട്ടുവാണോ കുറയ്ക്കുവാണോ അത് മാത്രം ആലോചിച്ചാൽ മതി. 1 കൂട്ടി, 1 കൂട്ടിയപ്പം 34. ഓക്കെ, ദെൻ 34ൽ നിന്ന് 101ലെത്തണം. 101ലെത്താൻ വേണ്ടി 34നെ എന്തുകൊണ്ട് ഗുണിച്ചു? 3 കൊണ്ട് ഗുണിച്ചു. 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കുറച്ചു. 34നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 102 കിട്ടുന്നത്. നമുക്ക് 101 വേണ്ടത്. അപ്പോൾ 1 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 1 കുറച്ചപ്പം 101. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. മൾട്ടിപ്ലൈ ചെയ്തെല്ലാം എന്തുകൊണ്ട് തന്നെ? 3 കൊണ്ട്. ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിൽ എത്താൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൂട്ടി. സെക്കൻഡിൽ നിന്ന് തേർഡിലെത്താൻ വേണ്ടിയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കുറച്ചു. തേർഡിൽ നിന്ന് ഫോർത്തിലെത്താൻ വേണ്ടിയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 വീണ്ടും കൂട്ടി. ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കുറച്ചു. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ആദ്യം കൂട്ടി പിന്നെ കുറച്ചു, വീണ്ടും കൂട്ടി പിന്നെയും കുറച്ചു. അത് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? വൺ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത ടേം എന്ത് വരും? 101ൽ നിന്ന് അടുത്ത ടേമിലേക്ക് ചെല്ലണം, ശരിയല്ലേ? 101ൽ നിന്നാണ് അടുത്ത ടേമിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? 101നെ എന്തുകൊണ്ട് ഗുണിക്കുക? 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 101നെ 3 കൊണ്ട് ഗുണിക്കുമ്പം 303. ലാസ്റ്റ് എന്താ ചെയ്തേക്കുന്നത്? സബ്സ്ട്രാക്റ്റാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 1 കൂട്ടണം. അപ്പോൾ എന്ത് വരും? ഇത് ആൻസർ 304 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, 304 ആണ് ആൻസർ. ഡൗട്ട് വരുന്നത് 303യും അവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൻസർ എന്താണ്? 304 ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് 20% ഓഫ് ആൻ എമൗണ്ട് ഈസ് 120, വാട്ട് വിൽ ബി 50% ഓഫ് ദാറ്റ് എമൗണ്ട്? ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 360, ഓപ്ഷൻ സി 600, ഓപ്ഷൻ ഡി 250. ഒരു സംഖ്യ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സംഖ്യയുടെ 20% 120. ഒരു സംഖ്യയുടെ 20% 120. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 50% എത്ര? അതാണ് ചോദ്യം. ഒരു സംഖ്യയുടെ 20% 120 എങ്കിൽ ആ സംഖ്യയുടെ 120 50% അല്ല ചോദിച്ചിരിക്കുന്നത്, ഓഫ് ദാറ്റ് എമൗണ്ട്, ആ സംഖ്യയുടെ 50% എത്രയാണ്? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ വെച്ച് 20%, ഒരു തുകയുടെ 20 അല്ലെങ്കിൽ ഒരു എമൗണ്ടിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 120 ആണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ആ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദെൻ എന്ത് ചെയ്യുക? അതിൻ്റെ 50% കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ എമൗണ്ടിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ദ എമൗണ്ട് ബി എക്സ്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 20% ഓഫ് എക്സ് ഈക്വൽ ടു 120. അതായത് എമൗണ്ടിൻ്റെ 20% 120 ആണ്. അതായത് 20% ഓഫ് എക്സ് എന്ന് പറയുന്നത് 120 ആണ്. അതായത് എന്ത് പറയാം? 20/100. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? 100 അല്ലേ? 20/100
ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 120 ശരിയാണല്ലോ. ഇവിടെ നിന്നൊരു 0 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 2/10 ഇൻറ്റു എക്സ് ഈക്വൽ ടു 120. ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 120 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10. അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 10 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 1200/2 വിച്ച് ഈസ് ഈക്വൽ ടു 600. അപ്പോൾ നമ്മുടെ എമൗണ്ട് എന്താണെന്ന് കിട്ടി? 600 ആണെന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 600. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ 50%, എമൗണ്ടിൻ്റെ 50%. ദാറ്റ് ഈസ് 50% ഓഫ് 600 ഇസ് ഈക്വൽ ടു, ഡയറക്റ്റ് പറയാം, 600ൻ്റെ പകുതി. 50% പകുതിയല്ലേ? 600ൻ്റെ പകുതി എത്ര? 300. അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ 50/100 ഇൻറ്റു 600. 0 ക്യാൻസലാക്കാം. ഈ 0യും ഒരു 0യും പോവും. ദാറ്റ് ഈസ് 5 ഇൻറ്റു 60 300. ആവശ്യമില്ല, അല്ലാതെ നമുക്ക് പറയാം 50% ഓഫ് 600. 600ൻ്റെ 50% അല്ലെങ്കിൽ 600ൻ്റെ പകുതി എത്ര? 300. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു എമൗണ്ടിന് 20% 120 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് 50% എത്രയാണെന്നായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എമൗണ്ടിൻ്റെ 20% 120 ആയപ്പോൾ ആ എമൗണ്ട് എത്രയാണെന്ന് കിട്ടി? 600 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് 600ൻ്റെ 50% അല്ലെങ്കിൽ പകുതി എത്രയാണ്? 300 ആണ്. ഓക്കെ. ഓപ്ഷൻ എ 300 ആണ് ആൻസർ. അപ്പോൾ ഇവിടെയും ആലോചിക്കേണ്ടത് എമൗണ്ടും അവർ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. 600 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 600 മാർക്ക് ചെയ്ത് പോകരുത്. ഓക്കെ. നെക്സ്റ്റ്, എ ഹോസ്റ്റൽ ഹാസ് sufficient food for 100 students for 80 days. After 20 days, 20 more students join the hostel. Now, how many days the food will continue? Option A 60, option B 64, option C 50, option D 54. Okay. നമുക്കിതൊരു ലോജിക്ക് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. വലിയ മാത്സിൻ്റെ അറിവൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് വേണ്ട. എന്താ ചോദിച്ചേക്കുന്നത്? ഒരു ഹോസ്റ്റലിൽ 100 കുട്ടികൾക്ക് 80 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്, സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. അതായത് 100 കുട്ടികൾക്ക് 80 ദിവസം കൊടുക്കാനുള്ള ഭക്ഷണം ഒരു ഹോസ്റ്റലിലുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 20 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു 20 കുട്ടികൾ കൂടെ ആ ഹോസ്റ്റലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊടുക്കാനുള്ള ഫുഡേ അവിടെ ഉള്ളൂ? അതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാതെ പിന്നെ നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഹോസ്റ്റലിൽ 80 ദിവസത്തേക്ക് 100 കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ 20 ദിവസം കഴിഞ്ഞപ്പോൾ 20 കുട്ടികൾ കൂടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസത്തേക്കും കൂടെ പിന്നെ ഭക്ഷണം കാണും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 100 കുട്ടികൾക്ക് 80 ദിവസം കൊടുക്കാനുള്ള ഭക്ഷണമുണ്ട്. അപ്പം നോർമലി ആ ഹോസ്റ്റലിൽ എത്ര പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമുണ്ട്? 100 കുട്ടികൾക്ക് 80 ദിവസം കൊടുക്കാനുള്ള ഭക്ഷണമുണ്ട്. ശരിയല്ലേ? അതായത് 8000 പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അവിടെ ഉണ്ട്. ദിവസ കണക്ക് നോക്കാതെ നോക്കിക്കഴിഞ്ഞാൽ 8000 പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമുണ്ട്. 100 കുട്ടികൾക്ക് 80 ദിവസം, അതായത് 100 × 80 8000 പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമുണ്ട്. ശരിയാണല്ലോ? ആദ്യത്തെ 20 ദിവസം എത്ര പേരെ ഉള്ളായിരുന്നു അവിടെ? ഈ 100 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 20 ഡേയ്സിൽ ഈ 100 കുട്ടികൾ 20 ദിവസം വീതം ഭക്ഷണം കഴിച്ചു. അപ്പോൾ എത്ര പേര് കഴിച്ചു? 2000 പേര് കഴിച്ചു. ശരിയാണല്ലോ? ആദ്യത്തെ 20 ദിവസം ഈ 100 കുട്ടികളായിരുന്നല്ലോ ആദ്യത്തെ 20 ദിവസം ഉണ്ടായിരുന്നത്. ആദ്യത്തെ 20 ദിവസം ഈ 100 കുട്ടികൾ ആദ്യത്തെ 20 ദിവസം ഭക്ഷണം കഴിച്ചു. അതായത് എത്ര പേര് ഭക്ഷണം കഴിച്ചു? 2000 പേര് ഈ 20 ദിവസം കൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു. മൊത്തം 8000 പേർക്കുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അന്ന് 2000 പേർക്കുള്ള ഭക്ഷണം കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് എത്ര ഫുഡുണ്ട്? എത്ര പേർക്കുള്ള ഫുഡുണ്ട്? 6000 പേർക്കുള്ള ഫുഡ് ബാക്കിയുണ്ട്. ഓക്കെ ആണല്ലോ? ആ 6000 പേർക്കുള്ള ഫുഡിലേക്ക് എത്ര പേര് കൂടെ ജോയിൻ ചെയ്യുകയാണ്? 20 കുട്ടികളും കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ ആഫ്റ്റർ 20 ഡേയ്സ് സ്റ്റുഡൻസ് എത്രയായി? സ്റ്റുഡൻസിൻ്റെ എണ്ണം എത്രയായി? 120 ആയി. സ്റ്റുഡൻസിൻ്റെ എണ്ണം 120 ആയി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 6000 പേർക്ക് ഉള്ള ഭക്ഷണമുണ്ട്. എത്ര പേരുണ്ട്? 120 പേരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം അത് ഓടിക്കാൻ പറ്റും? 6000/120. 0 പോവും. 60/12 550.
50 ഡേയ്സിലേക്കുള്ള ഭക്ഷണം അവർക്ക് ബാക്കി ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി 50. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ലോജിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞേക്കുന്നത്? 100 കുട്ടികൾക്ക് 80 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. അപ്പോൾ 100 കുട്ടികൾക്ക് 80 ദിവസത്തേക്കുള്ള ഭക്ഷണം വെച്ചാൽ ഹോസ്റ്റലിൽ എത്ര പേർക്കുള്ള ഭക്ഷണം കരുതിയിട്ടുണ്ട്? 8000 പേർക്കുള്ള. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണെങ്കിൽ 8000 പേർക്ക് കഴിച്ചു തീർക്കാം. 2 ദിവസം കൊണ്ടാണെങ്കിൽ 2 ദിവസം 4000 പേർക്ക് വീതം കഴിക്കാം. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ മൊത്തം 8000 പേർക്കുള്ള ഭക്ഷണം അവിടെ കരുതിയിട്ടുണ്ട്. ഇനി അത് എത്ര ദിവസം കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 20 ദിവസം ഈ 100 കുട്ടികൾ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. അപ്പോൾ 100 പേര് 20 ദിവസം എത്ര പേരുടെ ഭക്ഷണം കഴിച്ചു? 2000 പേരുടെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഈ 8000ൽ നിന്ന് 2000 അങ്ങ് മാറിക്കഴിഞ്ഞു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 6000 ഉള്ളൂ. ഈ 6000 എത്ര പേര് കഴിക്കണം? 120 പേര് കഴിക്കണം. 6000 120 പേർക്കായിട്ട് ഭാഗം വെച്ച് കൊടുക്കണം. അപ്പോൾ 6000 120 പേർക്കായിട്ട് എത്ര ദിവസം കൊണ്ട് ഭാഗം വെച്ച് കൊടുക്കാൻ പറ്റും? 50 ദിവസം കൊണ്ട് ഭാഗം വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. 51 ദിവസം അവിടെ ഫുഡ് കാണത്തില്ല. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി 50 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി 50. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ABCD is a square of side 28 cm, then area of the shaded region will be option A 476 cm square, option B 268 cm square, option C 696 cm square, option D 168 cm square. Okay, ABCD എന്ന് പറഞ്ഞ സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്ര തന്നിട്ടുണ്ട്? 28 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് റീജിയനിലെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഷെയ്ഡഡ് റീജിയനിലെ ഏരിയ അപ്പം നിങ്ങൾ നോക്കിയാൽ മതി. ABCD ഒരു സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് 28 സെൻറ്റിമീറ്ററാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുന്ന് 2 പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ശരിയല്ലേ? ഇത് ആക്ച്വലി എന്താ? സെമി സർക്കിൾ അല്ലേ? ശരിയല്ലേ? ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന സെമി സർക്കിളാണ്. ഈ 2 സെമി സർക്കിളുകൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ഒരുപോലുള്ള 2 സെമി സർക്കിൾ അല്ലേ? സെൻറ്ററിൽ കൂടെ അല്ലേ പോയേക്കുന്നേ? ശരിയല്ലേ? അപ്പോൾ ഒരുപോലുള്ള 2 സെമി സർക്കിൾ എന്ത് ചെയ്തേക്കാണ്? നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ ബാക്കിയുള്ള പോർഷൻ്റെ ഇവിടുത്തെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ മൊത്തമുള്ള സ്ക്വയറിൻ്റെ ഏരിയക്കകത്ത് ഈ 2 സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ശരിയാണല്ലോ. മൊത്തമുള്ള ഇതിൻ്റെ ഏരിയക്കകത്ത് ഈ 2 സർക്കിളിൻ്റെ ഏരിയ, 2 സെമി സർക്കിളുകളുടെ ഏരിയ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. That is area of the shaded region equal to area of the square minus area of the semicircle. ഇനി സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 28 സൈഡ്. ശരിയല്ലേ? സ്ക്വയറിൻ്റെ സൈഡ് 28. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയറിൻ്റെ ഏരിയ എന്ത് വരും? ഈക്വൽ ടു 28 സ്ക്വയർ. ഒരു സൈഡ് എ ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ എന്താ? എയുടെ സ്ക്വയർ 28 സ്ക്വയർ. ഈക്വൽ ടു 28 സ്ക്വയർ എത്ര? 784 സെൻറ്റിമീറ്റർ സ്ക്വയർ. സ്ക്വയറിൻ്റെ ഏരിയ 784 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടി. ഇനി സെമി സർക്കിൾസിൻ്റെ ഏരിയ നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഒരുപോലുള്ള 2 സെമി സർക്കിളാണ്. ശരിയല്ലേ? സെൻറ്ററിൽ കൂടെ പോകുന്നത്. അതായത് 2 × πr²/2. സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ത് വരും? 6 ആണ് റേഡിയസ് എങ്കിൽ πr²/2 ആണ് റേഡിയസ്, സോറി ഏരിയ. ശരിയല്ലേ? ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് റേഡിയസ് ആർ ഈക്വൽ ടു എന്ത് വരും? πr²/2 സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി. ഇവിടെ എത്ര സെമി സർക്കിൾ ഉണ്ട്? ഒരുപോലത്തുള്ള 2 സെമി സർക്കിൾ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടുത്തെ ഏരിയ ഓഫ് സെമി സർക്കിൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് 2 കൂടെ ഒരുമിച്ച് വെച്ചാൽ ഒരു സർക്കിൾ കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ് πr². πr²/2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു πr². അപ്പോൾ πr² കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? 786 കൂട്ടിയാൽ മതി. അപ്പം നിങ്ങൾ ആ ഫിഗർ ഓർക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ആ ഫിഗർ കിടന്നത്. ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് അറിയണം. ഈ സെമി സർക്കിളിൻ്റെ
ഡയമീറ്റർ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഡയമീറ്റർ എന്താ? ഈ സ്ക്വയറിന്റെ ഡയമീറ്റർ ആണ് ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് ഡയമീറ്റർ എന്ത് കിട്ടി? 28 കിട്ടി. ശരിയാണല്ലോ. അപ്പോൾ ഇവിടുന്ന് റേഡിയസ് എന്ത് കിട്ടും? റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതിയല്ലേ, ഈക്വൽ ടു 28/2 14. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് വരും? ഇത് ഇറ്റ്സ് ഈക്വൽ ടു പൈ ഇൻറ്റു 14ന്റെ സ്ക്വയർ. 14ന്റെ സ്ക്വയർ 196. ഇറ്റ്സ് ഈക്വൽ ടു 196 പൈ. പൈയുടെ വാല്യൂ കൊടുക്കാം. പൈയുടെ വാല്യൂ 3.14 എന്ന് കൊടുക്കാം. അപ്പോൾ 196 ഇൻറ്റു 3.14 അപ്രോക്സിമേറ്റ്ലി ഒരു 615.44 വരും. ഓക്കെ. അപ്പോൾ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ എന്ത് വരും? ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു 784 minus 655.44, that is equal to 168.56 centimeter square. ഓക്കെ ആണല്ലോ. നമുക്ക് ഓപ്ഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ ഏരിയക്കകത്ത് എന്ത് കുറച്ചാൽ മതി? ആ സെമി സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതി. ശരിയാണല്ലോ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 28ന്റെ സ്ക്വയർ കിട്ടുമ്പോഴത്തേക്ക് സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. ഇനി സെമി സർക്കിൾ, 2 സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഒരു സർക്കിളിൻ്റെ ഏരിയ, അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ എന്ത് വേണം? റേഡിയസ് വേണം. നമുക്കിതിൻ്റെ ഡയമീറ്റർ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡയമീറ്റർ എത്ര? ഈ സ്ക്വയറിൻ്റെ ലെങ്ത് തന്നെയാണ്, സൈഡ് തന്നെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് എന്ത് വരും? 14 വരും. ഓക്കെ. അപ്പോൾ 14ന്റെ സ്ക്വയർ പൈ വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 196 പൈ വരും. അപ്രോക്സിമേറ്റ്ലി 615.44 വരും. മൈനസ് ചെയ്യുമ്പോൾ 168.56. ഓക്കെ. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നത് 168 centimeter square. Next question. The heights and radii of a cone and hemisphere are same. Then the ratio of their volume is option A 1:2, option B 1:1, option C 1:4, option D 3:2. ഓക്കെ. നമ്മളിത് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കോണിൻ്റെയും ഒരു ഹെമിസ്ഫിയറിൻ്റെയും ഹൈറ്റും റേഡിയയും സെയിം ആണ്. ഇപ്പോൾ ഒരു കോണിൻ്റെയും ഒരു ഹെമിസ്ഫിയറിൻ്റെയും റേഡിയസും ഹൈറ്റും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ എത്താണ്? ഏത്? അതായത് കോണിൻ്റെ വോളിയം ഈസ് ടു ഹെമിസ്ഫിയറിൻ്റെ വോളിയം വരുമ്പോൾ എന്താണ് റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് കോണിൻ്റെയും ഹെമിസ്ഫിയറിൻ്റെയും വോളിയത്തിൻ്റെ ഇക്വേഷൻ അറിയണം. ഓക്കെ. കോണിൻ്റെയും ഹെമിസ്ഫിയറിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. നമുക്കത് നോക്കാം. R റേഡിയസ് ഉള്ളൊരു സ്ഫിയറിൻ്റെ, ഹെമിസ്ഫിയറിലേക്ക് പോകുന്നതിന് മുമ്പ് അത് സ്ഫിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. R റേഡിയസ് ഉള്ളൊരു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആയിരിക്കും. R റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആയിരിക്കും. സ്ഫിയറിനെ നടുക്കൂടെ പകുതിയാണെന്ന് പറയുന്നത് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്തായിരിക്കും? 4/3 πr³ പകുതി. ശരിയല്ലേ? 4/3 πr³ പകുതി എന്ന് പറഞ്ഞാൽ എന്താ? 2/3 πr³. അപ്പോൾ ഒരു സ്ഫിയറിൻ്റെ വോളിയം ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം, ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ സ്ഫിയർ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോഴും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇക്വേഷനും കൂടെ പറഞ്ഞു പോയത്. അപ്പോൾ 4/3 πr³ ആണ് സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിൻ്റെ പകുതി, ദാറ്റ് ഈസ് 2/3 πr³ ആയിരിക്കും. ഇനി ഒരു കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? R റേഡിയസും H ഹൈറ്റുമായിട്ടുള്ളൊരു കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 πr² ആണ്. R റേഡിയസും H ഹൈറ്റുമുള്ള ഒരു കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/3 πr² ആണ്. അങ്ങനെയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കോണിൻ്റെയും ഈ ഹെമിസ്ഫിയറിൻ്റെയും റേഡിയസും ഹൈറ്റും സെയിം ആണ്. അങ്ങനെയാണ് കോണിൻ്റെയും ഹെമിസ്ഫിയറിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റേഷ്യോ. അപ്പോൾ ഇവിടെ റേഡിയസ് ഈക്വൽ ടു എന്താണ്? ഹൈറ്റ് ആണ്. ശരിയാണല്ലോ. റേഡിയസും ഹൈറ്റും എല്ലാം തുല്യമാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് R ഈക്വൽ ടു H ആണ്. R ഉം H ഉം തുല്യമാണ്. അപ്പം വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് എന്താ? വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 1/3 πr² ഇൻറ്റു R. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 πr³.
ഓക്കെ ആണല്ലോ. ഇതെന്താ ഇങ്ങനെ ആയത്? ഇത് ഇക്വേഷൻ ഇങ്ങനെ അല്ലേ? കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 πr ക്യൂബ് ആണെന്നാലും തെറ്റിദ്ധരിക്കരുത്. കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 πr² h ആണ്. പക്ഷേ ഇവിടെ എന്താ r വെച്ചും തുല്യമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 1/3 πr ക്യൂബ് എന്ന് പറയാം. എച്ചിന് പകരം r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ വോളിയം ഓഫ് കോണിന്റെയും വോളിയം ഓഫ് ഹെമിസ്ഫിയറിന്റെയും റേഷ്യോ ആണ്. കോണിന്റെയും ഹെമിസ്ഫിയറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ ആണ്. കോണിന്റെ വോളിയം എന്താണ്? 1/3 πr² h ഡിവൈഡഡ് ബൈ ഹെമിസ്ഫിയറിന് എന്താണ്? 2/3 πr ക്യൂബ്. ഓക്കെ, ഇവിടെ എച്ചും ആറ് തന്നെയല്ലേ? അപ്പം നമുക്ക് എന്ത് എടുക്കാം? 1/3 πr ക്യൂബ് ബൈ 2/3 πr ക്യൂബ്. ഓക്കെ ആണല്ലോ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, ക്യാൻസൽ ചെയ്യാമല്ലോ. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? പൈയും ക്യാൻസൽ ചെയ്യാം. ആറും ആർ ക്യൂബും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തോ ഉണ്ട്? ഈക്വൽ ടു 1/3 ബൈ 2/3. രണ്ട് ഫ്രാക്ഷനാണ്. അപ്പോൾ ഫ്രാക്ഷൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ദറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 3/2. എഗെയിൻ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? 3യും 3യും ക്യാൻസൽ ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1/2. അതായത് റേഷ്യോ എന്ത് വരും? 1:2 എന്ന് വരും അതിൻ്റെ റേഷ്യോ. ഓക്കെ, തിരിച്ചെഴുതല്ലേ? നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോണിൻ്റെ ഈസ്റ്റ് റേഷ്യോ ഈസ്റ്റു ഹെമിസ്ഫിയറിൻ്റെ റേഷ്യോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് തന്നെ എഴുതണം? കോൺ തന്നെ എഴുതണം. 1:2 2:1 2 അപ്പോൾ എന്താ ആൻസർ നോക്കാം? 1:2 ആണ് ആൻസർ. അപ്പോൾ കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3 πr² h. ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ സ്ഫിയറിനെ കൂടെ പറഞ്ഞിട്ടുണ്ട് 4/3 πr ക്യൂബ്. ഹെമിസ്ഫിയർ ആകുമ്പോഴത്തേക്ക് 2/3 πr ക്യൂബ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റൂട്ട്സ് ഓഫ് 2x² - 7x + 5 are ഓപ്ഷൻ എ റിയൽ, അൺഈക്വൽ ആൻഡ് റാഷണൽ. ഓപ്ഷൻ ബി റിയൽ, അൺഈക്വൽ ആൻഡ് ഇറാഷണൽ. ഓപ്ഷൻ സി റിയൽ ആൻഡ് ഈക്വൽ. ഓപ്ഷൻ ഡി ഇമാജിനറി. ആക്ച്വലി ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല. എന്താണ് റൂട്ട് എന്നല്ല ചോദിച്ചേക്കുന്നത്, റൂട്ടിൻ്റെ സ്വഭാവമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടിൻ്റെ സ്വഭാവം അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.